ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. സമുദ്രത്തിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളും ആക്രമിച്ചെന്ന അമേരിക്ക പ്രതിരോധ നടപടിയാണിതെന്നാണ് US സെൻട്രൽ കമാൻഡന്റിന്റെ വിശദീകരണം. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും ഹോർമൂസ് കടലിടുക്കിന് സമീപവും സ്ഫോടനമുണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന് തോന്നും, പക്ഷേ ഈ എബ്രഹാം അക്കോർഡിന്റെ ഭാഗമാകണം എന്ന് ഇറാനോട് ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലിനോട് സമവായത്തിൽ പോകുന്ന ആ ഒരു കരാറിലേക്ക് ഇറാൻ വരാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഒപ്പം തന്നെ ഒരു US ഇറാൻ സമാധാന കരാറായി എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിലൂടെയാണല്ലോ നമ്മൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് കടന്നുപോയത്. ഗുഡ് മോർണിംഗ് ഗോകുൽ കൃഷ്ണ. ഇപ്പോൾ ഖത്തറിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്കായിട്ട് ഇറാൻ പ്രതിനിധികൾ എത്തി. മണിക്കൂറുകൾക്കകമാണ് തെക്കൻ ഇറാനിലെ ഈ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും അതുപോലെ സമുദ്രത്തിൽ മൈനുകൾ സ്ഥാപിക്കുവാൻ ശ്രമിച്ച ഇറാൻ ബോട്ടുകൾക്ക് നേരെയും അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. ഇതൊരു പ്രതിരോധ നടപടി മാത്രമാണെന്നാണ് ഇതിന് അമേരിക്ക നൽകുന്ന വിശദീകരണം. അതായത് ഇറാനിയൻ സേനയിൽ നിന്നുണ്ടാകുന്ന ഭീഷണികളിൽ നിന്ന് US സൈനികർക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. വെടിനിർത്തൽ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെ US സൈനികരെ പ്രതിരോധിക്കുവാൻ സെൻട്രൽ കമാൻഡ് തുടർച്ചയായിട്ട് ഇനിയും പ്രവർത്തിക്കുമെന്നാണ് ഇവരുടെ സ്പോക്ക് പേഴ്സൺ ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നത്. ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടം ഇസ്രായേൽ ശക്തമാക്കുവാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. അതേസമയം തന്നെയാണ് അമേരിക്കയുടെയും ഈ നിർണായക സൈനിക നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഈ സമാധാന ചർച്ചകളെ കടുത്ത പ്രതിസന്ധിയിലാക്കും ഈ രണ്ട് തീരുമാനങ്ങളും. അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം കൂടി പരിഹരിക്കുന്ന ഒരു സമഗ്രമായ ഒരു കരാർ മാത്രമേ അംഗീകരിക്കൂ കർശന നിലപാടാണ് ഇറാൻ ആദ്യം മുതലേ എടുത്തിരിക്കുന്നതെന്നുകൂടി ഓർക്കണം. അതേസമയം നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള അബ്രഹാം അക്കോർഡ്സിൽ ഒന്നടങ്കം പങ്കുചേരുവാൻ 6 രാജ്യങ്ങളോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളോടാണ് ഈ കരാറിന്റെ ഭാഗമാകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക, അതുപോലെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വിപുലീകരിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ 6 രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഈ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഗോകുൽ കൃഷ്ണ. ശരി, വിവരങ്ങളുമായി ചേർന്നത് മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.